നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്. നിങ്ങൾ വേഴ്സസ് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും ഉദ്ദേശവും എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും ഉദ്ദേശവും എന്താണെന്ന് ഒറ്റ റീഡിങ്ങിൽ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അഡ്വൈസ് നമുക്ക് അവസാനം ഓറക്കൽ മെസ്സേജ് നോക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി നോക്കാം. പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്, പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്, എന്നിട്ട് അഡ്വൈസ് ഓറക്കൽ മെസ്സേജ്. ഇത്രയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 ജപമാലകളാണ് എടുക്കുന്നത്. ഇത് ഒന്നാമത്തെ ജപമാല, ഇത് രണ്ടാമത്തെ ജപമാല, ഇത് മൂന്നാമത്തെ ജപമാല കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ജപമാലകളാണ്. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അത് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് വാട്സാപ്പ് നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് പേഴ്സണൽ റീഡിങ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നാമത്തെ ജപമാലയുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് 2, ഇത് 3. അപ്പോൾ ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? രണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് സ്വേർഡ്സും പിന്നെ 5 ഓഫ് വാൻഡ്സും രണ്ടും റിവേഴ്സാണ്. അപ്പോൾ ഇവിടെ വഴക്കുകൾ കൊണ്ടുണ്ടായ ഒരു ഹാർട്ട് ബ്രേക്കാണ്. അപ്പോൾ ഇപ്പോൾ അത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ല. അവർ പതുക്കെ റിക്കവർ ചെയ്ത് വരികയാണ്. ഇത് ആര് തമ്മിലാണ് എന്ന് ഞാൻ നോക്കുന്നില്ല. ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഇതാണ്. അപ്പോൾ തമ്മിൽ വഴക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഈ പേഴ്സൺ. എന്നുവെച്ചാൽ കോമ്പറ്റീഷനിലേക്ക് കയറുന്നില്ല, വഴക്കുകളിലേക്ക് കയറുന്നില്ല, ഒഴിഞ്ഞു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലരെ എല്ലാം ഒഴിവാക്കുന്നുണ്ടാവും. അവരോടൊന്നും സംസാരിക്കുകയോ അവരുടെ മുമ്പിൽ ചെല്ലുകയോ ചെയ്യാതിരിക്കുന്നുണ്ടാവാം. 3 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര ഹൃദയവേദന ഉണ്ടായിരുന്നു. കാരണം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ റിക്കവർ ചെയ്ത് വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. അക്വേറിയസ്, ലിബ്ര, ജെമിനായ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഹാർട്ട് ബ്രേക്ക് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി ആയിരിക്കണം. ഈ പേഴ്സൻ്റെ വൈഫായിട്ടാണോ ഇതൊരു മിക്കവാറും ഈ ക്വീൻ ഓഫ് വാൻഡ്സ് വരുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, പോസിറ്റീവ് ആണെങ്കിൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര കാണാൻ മോശമില്ലാത്ത ഒരു എനർജിയാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ ഇവർ ഒരു സിംഗിൾ എനർജിയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര വഴക്ക് പറഞ്ഞു. അപ്പോൾ അവർ നെഗറ്റീവ് എനർജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു എനർജിയാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മടിയില്ല, എല്ലാ ക്രൂരതകളും ഉള്ള ഒരു എനർജിയാണിത്. അപ്പോൾ ഇവർ വഴിയാണോ നിങ്ങളുടെ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക്? അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പേഴ്സൺ റിക്കവർ ചെയ്ത് വരുമ്പോൾ വേറൊരു ഹാർട്ട് ബ്രേക്ക് അതാവാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഈ പേഴ്സൺ റിക്കവർ ചെയ്ത് വരാം. ഇത് നിങ്ങളാവാം. നിങ്ങളാണെങ്കിൽ നിങ്ങളുണ്ടാക്കിയ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഈ പേഴ്സൺ റിക്കവർ ചെയ്ത് വരുന്നതാവാം. ഇത് നിങ്ങളാണോ തേർഡ് പാർട്ടി ആണോ എന്നറിയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും
പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല കേട്ടോ. ഈ പേഴ്സണ് ആ പേഴ്സൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോളില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ്. മറ്റുള്ളവരാണ് ആ പേഴ്സൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ഷർട്ട് ഇടണം, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ചുരിദാർ ഇടണം, എന്ത് സാരി ഉടുക്കണം എന്നൊക്കെ അവരുടെ ജീവിതത്തിലുള്ളവരാണ് തീരുമാനിക്കുന്നത്. ഈ പേഴ്സൺ ഒരു വോയിസ് ഇല്ല ആ പേഴ്സൻ്റെ ലൈഫിൽ. അതാണ് ഇവിടെ രസം. ഇവിടെ ഏരീസ് ലിയോ ആണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇത്രയും കാച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് വാൻസും. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളെ ഭയങ്കര ലീഡറായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. നിങ്ങൾ കുറച്ച് റൂത്ത്ലെസ് ആണ്, കുറച്ചൊരു ക്രൂവൽറ്റി ഉള്ളൊരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയ എനർജി ആയിട്ടും കൂടെ കാണുന്നുണ്ട് എപ്പോഴും നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് ഈ പേഴ്സണ് മതിയായി എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയാൽ രണ്ടുപേരും ഭയങ്കര ഫൈറ്റിംഗ് ആണ്. ഒരാളും അല്ലെങ്കിൽ ഈ പേഴ്സണ് മേത്ത് കുതിര കയറാൻ നോക്കുന്നതാണ് നിങ്ങൾ. അതാണ് രസം. എന്ന് വെച്ചാൽ ഒരാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, മറ്റേ ആൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് വരുമെന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ, സ്ട്രോങ് ആയ പേഴ്സൺ മറ്റേ ആളെ കൺട്രോൾ ചെയ്യാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, ആരോട് മിണ്ടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആയിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് ഏതോ നേരവും പ്രശ്നമാണ് വീട്ടിൽ. മനസ്സിലായി? എന്ത് ചെയ്താലും നിങ്ങൾക്ക് പിടിക്കില്ല എന്നാണ് കാണിക്കുന്നത്. ഇത് ആരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പേഴ്സൺ അബാൻഡൻ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ തിരിച്ചു വെച്ചത് എന്നിട്ടും റിവേഴ്സ് വരുന്നതുണ്ടോ? ഇവിടെ ഈ പേഴ്സൺ ഒരു എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അത്ര വലിയ ഹോപ്പൊന്നുമില്ല നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. അതുപോലെ ഡെവിൾ എനർജി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത് ഇനിഷ്യൽ എനിക്ക് വിട്ടു പോകാൻ പറ്റില്ല ആ പേഴ്സണ്. പക്ഷേ ഈ പേഴ്സൺ കുറച്ചും കൂടെ മറ്റുള്ളവരുടെ ഈ വീക്കായ ആൾക്കാരും എല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള കഥകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് സിമ്പതി തോന്നി അവരായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങും. ഈ പേഴ്സൺ വീക്കാണ്, നോ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ഇവിടെ ലൈഫിൻ്റെ കടിഞ്ഞാണ് ഈ പേഴ്സൻ്റെ കയ്യിലേക്ക്, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ വയ്യാൻ എനിക്ക് മതിയായി, ഞാൻ ജീവിതം സ്വയം തീരുമാനിക്കാൻ പോവുകയാണെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര ഒബ്സെസ്ഡ് ആണ്. നിങ്ങൾ ഒബ്സസീവായിട്ടാണ് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒബ്സഷൻ കാണിക്കുന്നുണ്ട്, അഡിക്ഷൻ. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ അഡിക്ഷനിലേക്ക് പോകുമെന്ന് പേടിയുണ്ട് ഈ പേഴ്സണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ തുടങ്ങുക, ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ സ്വന്തം എന്താ പറയുക ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് ഇനി ഞാൻ തന്നെ നയിച്ചാൽ മതി എൻ്റെ ജീവിതം, മറ്റുള്ള നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ക്യാൻസർ, കാപ്രിക്കോൺ, ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? കാർഡ്സ് എടുക്കാൻ പറ്റില്ല പ്ലീസ്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയായിട്ട് ഈ പേഴ്സൺ ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളാണ് ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് കൊടുത്തേക്കുന്നത്. ഇത് കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും, നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയായിട്ട് ഈ പേഴ്സൺ ഓവറായിട്ട് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആണ് കൂടുതൽ സമയം. ശരിക്കും പറഞ്ഞാൽ ഇത് തേർഡ് പാർട്ടി ആയിട്ടും ഈ പേഴ്സൺ അത്ര വലിയ കണക്ഷനൊന്നുമില്ല, പക്ഷെ തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലേക്ക് പോകാതിരിക്കാൻ തേർഡ് പാർട്ടിയെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തതാണ്. മനസ്സിലായി? എനിക്ക് ഇങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ച് അവിടെ നിന്ന് യൂണിവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ഈ പേഴ്സണ് തേർഡ് പാർട്ടിയെ. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്ന ഈ പേഴ്സൺ ഭയങ്കര വീക്കാണെന്നാണ്. അല്ല,
ഒരു പേഴ്സൺ ഭയങ്കര കേപ്പബിൾ ആണ്. ആ പേഴ്സൺ നിങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സൺ വീക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാണ്. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഭയങ്കര ഹാപ്പിയാണ്. പേജ് ഓഫ് കപ്സ്. തേർഡ് പാർട്ടിയോട് ഈ തേർഡ് പാർട്ടി കുറച്ചും കൂടെ മെച്യൂർഡായ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണേക്കാളും. അപ്പോൾ ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്, അവരുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ചിലപ്പോൾ അവരുമായിട്ട് വെള്ളമൊടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ മജിഷ്യനാണ് കാണിക്കുന്നത്. ആ പേഴ്സണ് ഈ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു ചിലപ്പോൾ ഒരു ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയോ ഭാര്യ മരിച്ച ഒരു പുരുഷനോ ആയിരിക്കാൻ ഇടയുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഭയങ്കര ഒരു കയത്തിലാണ്, ഒരു ഡിപ്രഷനിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകയറ്റാനാണ് തേർഡ് പാർട്ടി നോക്കുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരു കൗൺസിലർ ആവാം, ഒരു ഡോക്ടർ ആവാം, ഒരു കൊളീഗ് ആവാം, ഫ്രണ്ട് ആവാം. എന്തായാലും അവരുടെ ഉദ്ദേശം നിങ്ങളുടെ പേഴ്സൺ, അവർ നന്നായിട്ട് ഈ പേഴ്സൺ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, അതിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ട്രൈ ചെയ്യുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ അതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം? ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബൗണ്ടറി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കയറി ഈ പേഴ്സണോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? കാരണം നിങ്ങളുടെ പേഴ്സൺ സ്വയം തിരിച്ചറിവിലേക്ക് വരുക, ഞാൻ ആരാണ് എന്ന് നിങ്ങളുടെ പേഴ്സണും കുറേശ്ശെ മനസ്സിലായി തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ ഇനി ഒതുങ്ങില്ല. ഈ പേഴ്സൺ മനസ്സിലാവുണ്ടോ? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ നിന്നാലും പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അവർക്ക് ഉണ്ടാവും. മറ്റുള്ളവർ ഇനി നിങ്ങളോ വേറെ ആരെങ്കിലും ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല ഇനി. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഇനി ഓവർ തിങ്കിങ് ആയിരുന്നു നേരത്തെ, മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കരുത്, മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വിഷമം. ഇപ്പോൾ ആ പേഴ്സൺ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ ഇവരുടെ ഹാപ്പിനെസ് ആണ് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇനി പേഴ്സൻ്റെ കയ്യിൽ വിലപ്പോവില്ല. പേഴ്സൻ്റെ മുമ്പിൽ പേഴ്സൺ തീരുമാനമെടുത്ത് കഴിഞ്ഞു. പിന്നെ ഈ പേഴ്സണ് അവരാരാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആരെയും സോപ്പിടാനൊന്നും നോക്കില്ല. ആദ്യമൊക്കെ നിങ്ങളെ പ്ലീസ് ചെയ്യാൻ നോക്കുമായിരുന്നു, ഇപ്പം ഇനി നോക്കില്ല അവർ. ഇപ്പം ഇനി അവർ ഐസൊലേഷനിലാണ്. അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് സമയമില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇത് വെർഗോ പൈസസ്, ഇത് വെർഗോ. ഇവിടെ ഉള്ളത് ജെമിനായി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ ഒരു ലവേഴ്സ് കാർഡ് കിട്ടി. ലവേഴ്സ് കാർഡ് എപ്പോഴും ലവ് തന്നെ ആവണം എന്നില്ല കേട്ടോ. ലവേഴ്സ് കാർഡ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിലും ലവേഴ്സും സോൾമേറ്റ് കണക്ഷനാണ്. ഫ്രണ്ട്സ് ആവാം, ഫാമിലി, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആവാം സോൾമേറ്റ് കണക്ഷൻ. അത് ആണും പെണ്ണും അല്ലെങ്കിൽ ഒരു ലവേഴ്സ് സിറ്റുവേഷൻ ആവണം എന്നില്ല. ഇത് കാണിക്കുന്നത് വെച്ചാൽ അത്രയും ഹാർമണിയാണ് ഇവർ തമ്മിൽ. ഹാർമണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർഡ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. എക്സാക്ട് മീനിങ് എനിക്ക് പറയാൻ പറ്റില്ല മലയാളത്തിൽ. ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഒത്തുവരുന്ന ഒരു സിറ്റുവേഷൻ, എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, എല്ലാം നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവർ തമ്മിൽ കേട്ടോ. കിങ് ഓഫ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് വാൻസും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ അപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ പോകണം. എന്നാൽ ആ ഫ്ലേർട്ടിഷ് അതിലേക്ക് പോകുന്നില്ല, കൈവിട്ട കളിയിലേക്കല്ല ഈ പേഴ്സൺ പോകുന്നത്. ഈ തേർഡ് പാർട്ടി ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവർ തമ്മിൽ കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ തമ്മിലുള്ള മാരേജിൻ്റെ ഒരു ക്ലാരിറ്റി തേർഡ് പാർട്ടി വഴിയാണ് ഈ പേഴ്സണ് കിട്ടുന്നത്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, തേർഡ് പാർട്ടി ആയിട്ടും ഹാപ്പിയാണ്, ഒരു ബാലൻസ് വരുന്നുണ്ട് ലൈഫിൽ കേട്ടോ. അപ്പോൾ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ പേഴ്സൺ മൂവ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് ലവറായിട്ട് എടുക്കാം.
മനസ്സിലായി? കാരണം അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ട്. അവർ വേണമെങ്കിൽ അവർ തീരുമാനിച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പ് മാരേജിലേക്ക് എത്താം, നിങ്ങളുമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബാലൻസ് ഈ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവരൊരു സ്ട്രാറ്റജിക് ആയിട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ഇവരും മാരീഡ് ആയിരിക്കാം, തേർഡ് പാർട്ടിയും മാരീഡ് ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി ലൈഫിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ആളായതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് അവരുടെ പാർട്ട്ണറെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണറിന്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഉപേക്ഷിക്കാൻ മടിയില്ല. മനസ്സിലായി? കാരണം ഹാപ്പിയല്ല ഒട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പം തേർഡ് പാർട്ടി, പക്ഷേ ഇവിടെ ഒരു മാരേജിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്. എല്ലാം കൊണ്ടും ഒത്ത ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. മനസ്സിലായ? പക്ഷേ അവരത് തീരുമാനം എടുക്കണമെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കും തീരുമാനം എടുക്കേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ അല്ല. പക്ഷേ തേർഡ് പാർട്ടി ഇവിടെ ഹാപ്പി ആണെന്നാണ് തോന്നുന്നത്. മനസ്സിലായോ? ഒരു ഫ്രണ്ട്, മോർ ദാൻ ഫ്രണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ. ഇത്രയേ ഉള്ളൂ ഇവിടെ. സാജിറ്റേറിയസ്, ജെമിനായി, ഇത്രയുമാണ് സോഡിയാക് സൈൻ. നിങ്ങൾക്കുള്ള അഡ്വൈസ്, യൂണിവേഴ്സിന് കുറേ അഡ്വൈസ് നിങ്ങൾക്ക് തരാനുണ്ട്, പക്ഷേ അതെല്ലാം കൂടെ എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യമായി നിങ്ങൾ അറിയാനുള്ള അഡ്വൈസ് എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് 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 പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയുമെങ്കിലും വായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും യൂണിവേഴ്സിന്. പിന്നെ ഞാനത് എടുക്കുകയാണ്. അത് മുഴുവനും വായിക്കാൻ പറ്റില്ല, കുറേ വന്ന് മെസ്സേജ്. മനസ്സിലായോ? ഓം, ദ യൂണിവേഴ്സൽ സൗണ്ട്. അപ്പോൾ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഓം എന്ന് പറഞ്ഞത് നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറേ ഈഗോ ഉണ്ട്, കുറേ അഹങ്കാരം, കുറേ അറിവില്ലായ്മ, അതെല്ലാം മാറാൻ വേണ്ടി, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഓം പറയുന്നത് നിങ്ങളോട്. പിന്നെയുള്ളത് ഓവർ ബേർഡൻ, സേ നോ ആൻഡ് റിലീസ് ബേർഡൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജോലി തിരക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ വരുമ്പോൾ നമ്മളെ വീട്ടിലെ ആളുകളുടെ കാര്യം നമുക്ക് നോക്കാൻ സമയമില്ല, അതുമാവാം. അപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് എംബ്രേസ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റാണ് നിങ്ങളുടെ കൂടെയുള്ള ആളെന്നാണ് പറയുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയോ അറിയില്ല നമുക്ക്. അപ്പോൾ ഇവർക്ക് ഫ്രീഡം, നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുമ്പോട്ട് പോകാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്കുണ്ട്. അവരിൽ നിന്ന് അഡ്വൈസും, അവരെ കുറച്ച് കാണരുതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ പേഷ്യൻസ്, നന്ദി, ബുൾ, പേഷ്യൻസ് ആണ് പറയുന്നത്. അഡിക്ഷൻ, നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടോ? വെള്ളം അടിക്കുകയോ ഡ്രഗ്സ് എടുക്കുകയോ അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും അഡിക്ഷൻ, ചീട്ട് കളിയോ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടോ? ഗെയിമിങ്, അല്ലെങ്കിൽ പരസ്ത്രീകളോട് അല്ലെങ്കിൽ പരപുരുഷന്മാരോട് അഡിക്ഷൻ വല്ലതും ഉണ്ടോ? അതൊക്കെയാണ്, അത് മാറണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടത്താനുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് കറക്റ്റ് മൊമെൻറ്റ്, സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഡെഡിക്കേഷനോടെ ചെയ്യുക, ആത്മാർത്ഥതയോടെ ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ. നിങ്ങളെങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സ് മുഴുവനും അന്ധകാരമാണ്, വെളിച്ചമില്ല മനസ്സിൽ. മനസ്സിലായി? അറിവില്ലായ്മയാണ് ഇവിടെ. മനസ്സിലായി? അത് നികത്തണം നിങ്ങൾ. അതിന് നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ TV മീൻസ് ന്യൂസ് കാണാനല്ല ഞാൻ പറയുന്നത്, മീൻസ് വേൾഡ് ഒക്കെ കാണുക. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളെപ്പോഴും ബുക്ക് വായിക്കുമ്പോണ്ടല്ലോ, നമ്മൾ വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ രണ്ട് പേര് തമ്മിലുള്ള സ്റ്റോറിയൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേയാളുടെ റിയാക്ഷനൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇങ്ങനെയും റിയാക്ട് ചെയ്യുമല്ലേ. അത് കഴിഞ്ഞ് എഴുത്തുകാരാകുമ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യും, അവൻ അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ നിങ്ങളുടെ വാക്കുകൾക്കും അല്ലാതെയും പുറത്തുള്ള ആളുകളും എങ്ങനെയാണ് ഓരോ കാര്യത്തിനോട് പ്രതികരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നവരുടെ ജീവിതം എങ്ങനെയാണ്, ഇതൊക്കെ കുറേ പഠിക്കാൻ പറയും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഞാൻ സോഡിയാക് സയൻസ് പറഞ്ഞു തന്നു കഴിഞ്ഞു എല്ലാം. ഇനി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. നമ്മളിൽ മിക്കവരും കണ്ണടച്ച് ഇരുട്ടാക്കി മറ്റുള്ളവരുടെ ഒരാൾ നമ്മളോട് വഴക്കിടുക, അല്ലെങ്കിൽ 2 പേര്, മാക്സിമം 3 പേര് നമ്മളോട് വഴക്കിടുകയാണെങ്കിൽ നമ്മൾ ഓക്കെ, നമുക്ക് പറയാം അവരുടെ കയ്യിലാണ് തെറ്റെന്ന്. പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നമ്മളെക്കുറിച്ച് നമ്മളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളിലാണ് പ്രശ്നം
എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാവരും എന്നോട് വഴക്കിടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇത്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അവസാനം നമുക്ക് അഡ്വൈസ് ചോദിക്കാം യൂണിവേഴ്സിൽ നിന്ന് കേട്ടോ. നിങ്ങൾക്കുള്ള അഡ്വൈസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ഭയങ്കര പൈസയിലാണ്. ഇപ്പം ഭയങ്കരമായിട്ട് ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഒരു എനർജിയാണ്. ഭയങ്കര ജോലി. ഈ പേഴ്സൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ ജോലിയാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഇവർക്ക് പണം, ലക്ഷറി, പിന്നെ വലിയ വീട്, വലിയ വണ്ടി, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലിക്ക് വേണ്ടിയും അവർ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ചെലവഴിക്കാനും മടിയില്ലാത്തൊരു എനർജിയാണ്. വളരെ ധനികനായ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു മെയിൽ എനർജിയാണ്. അപ്പോൾ ഇത് മെയിൽ ഓഫ് ഫീമെയിൽ ആവണം എന്നില്ല. ഇത് ആണുങ്ങളുടെ ഉള്ളിലുള്ള എനർജി ആവാം, പെണ്ണുങ്ങളുടെ ഉള്ളിലുള്ള എനർജി ആവാം. അതേസമയം തന്നെ ഭയങ്കര ആർത്തിയാണ്. ഭയങ്കര ഇഷ്ടം പോലെ പൈസയുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ആർത്തിയുള്ള ഒരാളാണ് ആർക്കും. അപ്പോൾ ഈ പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് വന്നാൽ ഇത് നല്ലൊരു കാർഡാണ്. പക്ഷേ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് വന്നത് ഇത് ഭയങ്കരമായിട്ട് പിശുക്കുള്ള, ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പിശുക്കും. ഒറ്റ പൈസ ആർക്കും കൊടുക്കില്ല എന്നാണ് കാണിക്കുന്നത്. ഇത് രണ്ടും ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പോൾ ആദ്യം ഈ കാർഡ് മാത്രം ഞാൻ നോക്കിയോണ്ടാണ് ഞാൻ ആ ഡീറ്റെയിൽസ്. പക്ഷേ രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒട്ടും മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാത്ത ഒരു എനർജിയാണ്. ഭയങ്കര പിശുക്കായിട്ട് ഭയങ്കര ഒതുക്കി പിടിക്കുന്ന ആളാണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല. വളരെ ക്ലിയർ ആണ് ഈ പേഴ്സൻ്റെ മൈൻഡ്. ഓക്കെ, ഈ പേഴ്സണ് ഗുണമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ പേഴ്സൺ പൈസ ചിലവാക്കുകയുള്ളൂ. ഇവിടെ ഏത് നേരവും പൈസ അതിനെങ്ങനെ പുതിയതായിട്ട് എന്ത് ചെയ്താലാണ് കൂടുതൽ പൈസ കിട്ടുക എന്നാലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഹോപ്സ് ആൻഡ് ഡിസയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയാണ്. മനസ്സിലായോ? റിലേഷൻഷിപ്പിലൊന്നും ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതൊന്നും പേഴ്സണ് മാറ്റർ ചെയ്യുന്നേയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ അക്വേറിയസ് മാത്രമേ ഉള്ളൂ സ്ട്രോങ് സോഡിയാക് സൈനായിട്ട്. ബാക്കിയെല്ലാം ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത്രയാണ്. പണമാണ്, പണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൻ്റെ? ഓക്കെ, നിങ്ങളോട് ഈ പേഴ്സണ് സ്നേഹമാണ് കേട്ടോ. ഭയങ്കര ഹാർമോണിയസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഈ പേഴ്സണ് നിങ്ങളെ കൊണ്ട് പ്രശ്നമില്ല. അതിനർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വലിയ പ്രശ്നമില്ലാത്ത ആളാണ്. കാരണം റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ബോധേഡ് അല്ല. ഈ പേഴ്സണ് പണമാണ് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ പേഴ്സണ് പ്രശ്നമല്ല. ഈ പേഴ്സൺ അതിനോടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമുക്കിതിന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് സൊല്യൂഷൻ കണ്ടെത്തും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ പ്രശ്നമില്ല. നമുക്ക് മുമ്പോട്ട് നോക്കാം. ഇവിടെ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. ഇൻഡിപെൻഡൻസ്, ഈ പേഴ്സൻ്റെ ഇൻഡിപെൻഡൻസ്, ഈ പേഴ്സണ് ഭയങ്കര ഫ്രീഡം, പേഴ്സണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോരുത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രമിക്കാറില്ല. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പേഴ്സണ് ഇഷ്ടമല്ല മറ്റുള്ളവർ ഈ പേഴ്സണെ ലൈഫിലേക്ക് ഇൻവോൾവ് ആവുന്നത്. ഇന്നത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം നിറവേറ്റും. നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം നിറവേറ്റും. ഇനി ഒരു കാലത്ത് ഈ പേഴ്സൺ കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവം മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സണെ കുറിച്ച് അറിയാം. ഈ പേഴ്സൺ എന്താണ്, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഒരു വ്യത്യാസം വരും. കുറേ കഴിയുമ്പോൾ ഈ സ്വഭാവം മാറും എന്നാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻസെക്യൂർ അല്ല. നിങ്ങൾ വളരെ അറിവുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിത് ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്.
രണ്ട് സ്വഭാവമാണ്. നിങ്ങളോട് കാണിക്കുമ്പോൾ ഈ പേഴ്സൺ ഈ എനർജി അല്ല കാണിക്കുന്നത്, ഈ പൈസ ഉണ്ടാക്കുന്ന എനർജി അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതാണ് നിങ്ങളെ കാണുക. പക്ഷെ നിങ്ങൾക്ക് ഓഫേഴ്സ് ഒന്നുമില്ല, പണമൊന്നും തരുന്നില്ല അധികം ആവശ്യം, പിശുക്കാണ്, ഇതിൽ നിന്നിട്ടാണ്. അപ്പം നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സണ് ഈ സ്നേഹം നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്ക് പ്രകടിപ്പിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് പാഷനിലൂടെയാണ്, ഫിസിക്കൽ എക്സ്പ്രഷനാണത്. മനസ്സിലായി? എന്നാലും ഓഫേഴ്സൊന്നുമില്ല, ഞാൻ നാളെ നന്നായിക്കോളാം, ആ പരിപാടിയൊന്നുമില്ല. ഈ പേഴ്സൻ്റെ ലൈഫ് ജീവിക്കും. അതിനോട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സണ് വലിയ പ്രശ്നമില്ലാത്തത്. മനസ്സിലായി? നിങ്ങൾ ആവശ്യമില്ലാതെ ആ പേഴ്സണെ ചോദ്യം ചെയ്യാറില്ല. വെർഗോ പൈസസ് ആണത്. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി എവിടെ പോയാലും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നും ഒരു വിശ്വാസം ഈ പേഴ്സണുണ്ട്. പേഴ്സൺ എന്ത് ചെയ്താലും നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കില്ല എന്നൊരു വിശ്വാസം അതുണ്ട് പേഴ്സണ്. ഓക്കെ, വെർഗോ പൈസസ് ജെമിനായി, ഇതാണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവിടെ മജിഷ്യനാണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടി അതുപോലെ തന്നെയാണ്. തേർഡ് പാർട്ടി തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എങ്ങനെയാണെന്ന് സീക്രട്ടായിട്ട് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? തേർഡ് പാർട്ടിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത് തേർഡ് പാർട്ടി അവിടെ താമസിപ്പിക്കണം എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇൻവോൾവ് ആക്കരുത്, നിങ്ങളത് അറിയാനിടവരരുത്. അതാണ് പേഴ്സൺ. കാരണം ഈ പേഴ്സൻ്റെ പബ്ലിക് ലൈഫിൽ തേർഡ് പാർട്ടി വരാൻ പാടില്ല. തേർഡ് പാർട്ടി എപ്പോഴും സീക്രട്ടായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങളാണ് ലീഗലി മാരീഡ് വൈഫ്. തേർഡ് പാർട്ടി ചിന്ന വീട് പോലെയാണ്. മനസ്സിലായോ? ഓക്കെ, തേർഡ് പാർട്ടിയോട് സോൾമേറ്റ് കണക്ഷനോ സ്നേഹമോ ഒന്നുമില്ല കേട്ടോ. തേർഡ് പാർട്ടിയോട് വലിയ പാഷനൊന്നുമില്ല. തേർഡ് പാർട്ടിക്ക് എന്ത് പറ്റിയാലും നിങ്ങളുടെ പേഴ്സണ് പ്രശ്നമില്ല. തേർഡ് പാർട്ടിക്ക് എപ്പോഴും ഹാർട്ട് ബ്രേക്ക് ആണ്. തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് ഫ്യൂച്ചറൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഷുവറാണ്. പക്ഷേ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് സഹായിക്കുന്നില്ല. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരു കുട്ടിയുള്ള ആളായിരിക്കാം, ആണായാലും പെണ്ണായാലും. അപ്പോൾ അവരൊരു സൈഡിൽ വെച്ചേക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. തേർഡ് പാർട്ടിക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് എപ്പോഴും. തേർഡ് പാർട്ടി ഹാർട്ട് ബ്രോക്കൺ ആണെന്ന് ഈ പേഴ്സൺ അറിയാം. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഈ പേഴ്സൺ അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? അതൊക്കെ വളരെ ക്ലിയർ ആണ്. ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ലെന്ന് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഒരു പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരാളും കൂടിയാണ്. ഈ പേഴ്സൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പേഴ്സണ് എങ്ങനെയുള്ള ആളുകളെയാണോ ജീവിതത്തിൽ ആവശ്യം അങ്ങനെയുള്ള ആളുകളെ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പേഴ്സണൽ ലൈഫിൽ എത്തും അവർ. അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ഇവിടെ ടോറസ്, ലീബ്ര, ജെമിനായി ഭയങ്കര സ്ട്രോങ് ആണ്. ഇനി നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളോട് സഹകരിക്കാനൊന്നുമില്ല. നിങ്ങൾ ഓക്കെ പേഴ്സണൽ ലൈഫിലുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായി? അതുപോലെ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പൊതുവേ എന്താ പറയുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം ലീഗൽ പാർട്ട്ണർ ആണല്ലോ. ഇതിപ്പം 3 of Swords റിവേഴ്സ് വന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണോട് ക്ഷമിക്കണമെന്ന് ഈ പേഴ്സൺ അറിയാം പേഴ്സൺ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷേ ഈ പേഴ്സൺ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കരമായ വർക്കഹോളിക്കായ ഒരു ജോലി തിരക്കുള്ള ഒരാളുടെ ഒരു ബ്രേക്കാണ് ഈ തേർഡ് പാർട്ടിയൊക്കെ. നിങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ജോലിയാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടാറില്ല ആവശ്യമുള്ള സമയത്ത്. അതുപോലെ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല, ബിസിയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങളോട് ഈ പേഴ്സൺ ഒട്ടും ഇവിടെ ഹാർമണി ഉണ്ട്, നിങ്ങളോടുള്ള ഫീലിങ്സ് അതാണ്. പക്ഷേ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണ് അറിയാം നിങ്ങൾ തമ്മിലൊരു കോഓപ്പറേഷൻ ഇല്ല എന്നറിയാം. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് പോവില്ല എന്ന് ഈ പേഴ്സൺ അറിയാം. അതിൻ്റേതായ ചെറിയൊരു ഹാർട്ട് ബ്രേക്ക് നേരത്തെ ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ നോക്ക്
റിവേഴ്സ് തന്നെ വരുന്നത്. ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഞാൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്, ഞാൻ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഈ നെഗറ്റീവ് സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ പേഴ്സണ് മാറാൻ പറ്റില്ല, മാറാൻ ഒരു ആഗ്രഹവുമില്ല, മാറാൻ ഒരു ഇൻറ്റൻഷനും ഇല്ല ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത്, അപ്പോൾ ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു ഈ പേഴ്സണ്. മനസ്സിലായി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഹാർട്ട് ബ്രേക്ക് ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് കുറേ നാൾ കൊണ്ടു നടന്നിട്ട് അതൊരിക്കലും മാറില്ല എന്ന് മനസ്സിലായപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം ഈ പേഴ്സൺ. കുറേ 3 കണ്ടോ, തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. അത് വിട്ടിട്ട് പോകുന്ന തരം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ല കേട്ടോ. ഇവിടെ ഈ പേഴ്സണെ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ആ പേഴ്സൺ അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല, കോഓപ്പറേഷൻ പോസിബിൾ അല്ല, സ്നേഹം പോസിബിൾ അല്ല. നിങ്ങളായിട്ട് സീക്രട്സ് വെക്കുക, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ പേഴ്സൺ മൂവ് ചെയ്യുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ മാക്സിമം നിങ്ങൾ ഈ പേഴ്സൻ്റെ പ്രവൃത്തികളൊന്നും അറിയാതിരിക്കാൻ, നിങ്ങൾക്ക് ഹൃദയവേദന ഇല്ലാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത്രേ ഈ പേഴ്സണ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ പേഴ്സൺ പറയുന്നത്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ സ്വഭാവം ഞാൻ മാറ്റില്ല, ഇതാണ് പറയുന്നത്. ക്യാൻസർ മാത്രമേ ഉള്ളൂ സോഡിയക് സൈൻ ഇവിടെ സ്ട്രോങ് ആയിട്ട്. ഇനി തേർഡ് പാർട്ടിയോടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശമാണ്. തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം കണ്ടു. തേർഡ് പാർട്ടി നിങ്ങൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തേർഡ് പാർട്ടിയും കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും തേർഡ് പാർട്ടി ഇല്ല ഇപ്പോൾ എന്ന്. പക്ഷേ തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയൊക്കെയാണ്, ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവാം, നിങ്ങളറിയാത്ത വളരെ ദൂരെ എവിടെയോ പോകണം. അപ്പോൾ പേഴ്സൺ ട്രിപ്പിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിടില്ല. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ സിറ്റുവേഷന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, മനസ്സിലായോ? തേർഡ് പാർട്ടിക്കൊരു എന്താ പറയുക, തേർഡ് പാർട്ടി ഇപ്പം അകന്നു പോയോ? ഈ പേഴ്സൺ ഓക്കെ, തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഹാർട്ട് ബ്രേക്കാണ്. നിങ്ങളുടെ പേഴ്സണാണ് ഹാർട്ട് ബ്രേക്ക്, തേർഡ് പാർട്ടിക്കല്ല. ഇവിടെ ഈ കാർഡ്സ് വന്നപ്പോഴാണ് ക്ലിയർ ആവുന്നത്. തേർഡ് പാർട്ടി അകന്നു പോയിട്ടുണ്ട്. തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലാവും. ഒരു സൈഡിലൊരു റിലേഷൻഷിപ്പ് നടന്നോളൂ എന്ന് വിചാരിച്ചു. പക്ഷെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോയി. ഇവിടെ റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് ഇല്ല ആ പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. തേർഡ് പാർട്ടി ചിലപ്പോൾ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി ചിലപ്പോൾ ഈ പേഴ്സണ്, കാരണം അവർക്ക് വിവാഹമായിരുന്നിരിക്കാം ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അവരെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയി. അവിടെ നിങ്ങളുടെ പേഴ്സണാണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടെ വരുമ്പോഴാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. തേർഡ് പാർട്ടി പോയി എന്നത്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, അവർ ഒരു പുതിയൊരു ജീവിതം തുടങ്ങി എന്നത് നിങ്ങളുടെ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പേഴ്സണ് ഹാപ്പിനെസ് തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, മനസ്സിലായോ? തേർഡ് പാർട്ടി പേഴ്സൺ ഒന്നും ഓഫർ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഓഫർ കൊടുക്കുന്നില്ല എന്ന് പറയാം. കാരണം തേർഡ് പാർട്ടിക്ക് വേണ്ടത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഒരു മാരേജ് ആണ് വേണ്ടത്. ഭർത്താവ്, കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ ഓൾറെഡി ഒരു മാരീഡ് ആയ ഒരാളുടെ കൂടെ വെറുതെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പോയത്. തേർഡ് പാർട്ടി പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിടുന്നില്ല. തേർഡ് പാർട്ടിയെ പോകാൻ അപ്പം തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ കോൺടാക്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും തേർഡ് പാർട്ടിയെ വിടില്ല എന്നാണ് പേഴ്സൺ പറയുന്നത്, മനസ്സിലായോ? ഒരു ഓഫർ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് തേർഡ് പാർട്ടി പോയത്. പക്ഷേ ഇവർ ഈ സിറ്റുവേഷൻ വ്യത്യാസം വരുത്തുന്നില്ല. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ്. ഞാനിത് സമ്മതിക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, കേട്ടോ. തേർഡ് പാർട്ടിയെയും ഇവർക്ക് പേഴ്സൺ സ്നേഹമായതുകൊണ്ടല്ല, തേർഡ് പാർട്ടിയെ ഇഷ്ടമാണ്. ഇഷ്ടം വേറെ, സ്നേഹം വേറെ, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇഷ്ടമാണ്, തേർഡ് പാർട്ടിയോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ തക്ക സ്നേഹവും തേർഡ് പാർട്ടിയോടില്ല. അത് നിങ്ങളോടുമില്ല. നിങ്ങളോട് പിന്നെ ലീഗലി മാരീഡ് ആയതുകൊണ്ടും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാത്തത് കൊണ്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്? ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാനെ? കാണാതെ
തിരിഞ്ഞത്. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ഡിലേസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ യൂണിവേഴ്സ്, ശിവഭഗവാൻ പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽ, വേറെ കാർഡൊന്നും വീണില്ല, വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടരുതെന്നാണ് പറയുന്നത്. എല്ലാം പ്രശ്നത്തിലേക്ക് പോകും, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ ജെമിനി. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇത് ഒരു കാർഡേ വന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുക്കാനോ, അല്ലെങ്കിൽ ഇത് ഞാൻ നിർത്തിക്കളയും, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് രണ്ടുപേരും കൈയോടെ പിടിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതിന് സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് എഫക്റ്റ് വരാൻ വഴിയുണ്ട്. ഈ റീഡിങ്ങിൽ ജെമിനി സോഡിയാക് സൈൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. റൈറ്റ്, അപ്പോൾ അടുത്ത റീഡിങ്, ഫൈനൽ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഫൈനൽ റീഡിങ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റൊമാൻറ്റിക്. അപ്പോൾ ഈ പേഴ്സൺ ഒരു നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ ആണെന്ന് വെച്ചാൽ ഡാംസൽ ഇൻ ഡിസ്ട്രെസ്, അതിനോട് കണക്റ്റഡ് ആണിത്. ഡാംസൽ ഇൻ ഡിസ്ട്രെസ് എന്നൊരു ആരെങ്കിലും സ്ത്രീ എനർജി ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ ഈ പേഴ്സൺ അവിടെ വലിയൊരു എന്താ പറയുക, ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ അവിടെ എത്തിപ്പെടും. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാവരെയും സഹായിക്കണം, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള. ഇതൊരു മെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ്. ഒരു കാർഡും കൂടെ എനിക്ക് വേണം ഇവിടെ. ഇതെങ്ങോട്ടാണ് ഈ പേഴ്സൺ പോകുന്നതെന്ന് നമുക്കറിയണമല്ലോ. ഈ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ. റൈറ്റ്, സാജിറ്റേറിയസ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. ഈ പേഴ്സൺ ഒരു കോൺട്രിബ്യൂഷൻ, ഈ പേഴ്സൺ രണ്ട് സ്ഥലത്തുണ്ട് ഓൾറെഡി, തേർഡ് പാർട്ടി ഉണ്ടല്ലോ. അപ്പോൾ അത് ശരിയായിട്ടില്ല, രണ്ട് ബാലൻസ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കോൺട്രിബ്യൂഷനാണ് ഈ പേഴ്സൺ കൊടുക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം, അങ്ങോട്ടുള്ള യാത്രയിലാണ്. നൈറ്റ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ചാരിയറ്റ്. ഭയങ്കര സ്ട്രോങ് വിൽഡ് ആണ് ഈ പേഴ്സൺ, രണ്ടും കൽപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഇമോഷണൽ അല്ല ഒട്ടും, അല്ലെങ്കിൽ ഇവിടെ സ്നേഹമില്ലാന്ന്, അൺകണ്ടീഷണൽ ലവ് അല്ല ഇത്. സാധാരണ ക്വീൻ ഓഫ് കപ്സ് അപ്രൈറ്റ് വന്ന അൺകണ്ടീഷണൽ ലവ് ആണ്. അത് റിവേഴ്സ് വരുമ്പോൾ ഇത് സെൽഫിഷ് ലവ് ആയിട്ട് മാറുകയാണ്. ഒരു സെൽഫിഷ്, രണ്ട് എനർജിയും ഹാപ്പി ഇരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ. ഒരു കോമഡി, നമ്മൾ ചില ക്ലിപ്സൊക്കെ കാണാറുണ്ട് ടിക്ടോക്കിലൊക്കെ. ഒരാൾ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് രണ്ടുപേരും ഇയാൾക്ക് സ്വൈര്യം കൊടുക്കില്ല. രണ്ടുപേരും ചായ കൊടുക്കും ഒരേ സമയത്ത്, രണ്ടുപേരും കുടിക്കുക, മറ്റേ ആളുടെ ചായ കുടിക്കാൻ സമ്മതിക്കില്ല, കിടക്കാൻ സമ്മതിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല, ആകെ മൊത്തം കുളം. അപ്പോൾ ഈ പേഴ്സൺ അത് സോൾവ് ചെയ്യാൻ നടക്കണം. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജിയിലാണ്. രണ്ടുപേരും, നിങ്ങളും തേർഡ് പാർട്ടിയും ഒരേപോലെ ഹാപ്പി ആയിരിക്കണം, എന്നാലേ ഈ പേഴ്സണ് സമാധാനം ഉണ്ടാവുള്ളൂ. അത് തിരിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ സെൽഫിഷ് ആയ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടാണ് രണ്ട് റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നത്. കൊള്ളാം. ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട് ഇവിടെ. സ്കോർപ്പിയോ റിവേഴ്സാണ്, അത് ടവർ റിവേഴ്സാണ്. അതൊരു ടവർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഒരു പൊട്ടിത്തെറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സോപ്പിട്ട് നിർത്താൻ പോകുന്ന ഈ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ പേഴ്സണോട് മാരീഡ് ആയിരിക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ശരിക്കും രണ്ടുപേരും അംഗീകരിച്ച്, തേർഡ് പാർട്ടിയും നിങ്ങളും അംഗീകരിച്ചിട്ടുണ്ടാവും ഈ സിറ്റുവേഷൻ. മനസ്സിലാവുണ്ടോ? പക്ഷെ പ്രശ്നം ആരോടാണ് കൂടുതൽ സ്നേഹം, ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ. അപ്പോൾ ആ ഒരു ചോദ്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പേഴ്സൺ ഒരാളെ ഉപേക്ഷിക്കേണ്ടി വരും.
അപ്പോൾ ഇതൊരു ശാന്തമായ ഒരു തീരത്തേക്ക് അടുപ്പിക്കാൻ, ഈ രണ്ട് റിലേഷൻഷിപ്പും കൂടി ശാന്തമായ ഒരു തീരത്തേക്ക് അടുപ്പിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ, ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാതിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിനിടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. അതുപോലെ രണ്ട് റിലേഷൻഷിപ്പിലും വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ സ്മാർട്ടായ ആളാണ്, ഇത്തിരി ആർത്തി കൂടിയ ആളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും എന്തായാലും രണ്ടുപേരും, ചില തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് തേർഡ് പാർട്ടി ഡ്രില്ലിങ്ങിന് വരുന്നവർ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, അപ്പോൾ തേർഡ് പാർട്ടി റീഡിങ് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വരുന്നവർ, അവർ പറയുക തേർഡ് പാർട്ടിയുടെ ഹസ്ബൻഡ് ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തേക്കാണ്. അയാൾക്കറിയാം ഇവരെങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വൈഫ് അത് ആക്സെപ്റ്റ് ചെയ്തേക്കാണ്, അവർക്ക് പ്രശ്നമില്ല എന്നാണ് പറയാറ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്സ് പോകുന്നുണ്ട് പല സ്ഥലത്തും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് രണ്ടും വിട്ടുകളയാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, രണ്ടും ഈ പേഴ്സൺ വേണം. അതിൽ രണ്ടിലും വർക്ക് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്. എന്നുവെച്ചാൽ പ്രശ്നങ്ങളില്ലാതെ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ, രണ്ടുപേരെയും കൈവിടാൻ ഈ പേഴ്സൺ റെഡിയല്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ മിക്കവാറും ഒരു അടി ഉണ്ടാവും. ആരോടാണ് കൂടുതൽ സ്നേഹം എന്ന്, നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ് കേട്ടോ, വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പൈസയൊന്നും തേർഡ് പാർട്ടിക്ക് ആവശ്യമില്ല. തേർഡ് പാർട്ടി സ്വന്തം കാര്യം നോക്കുന്നു. ചിലപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഡിവോഴ്സി ആയിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് മരിച്ച ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർ ഭയങ്കര കേപ്പബിളാണ്, ഒരു തൻ്റേടിയായ ഒരു ഫീമെയിൽ എനർജി ആയിട്ടാണ് ഇവരെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടേത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവരെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായ മനഃശക്തി ഉണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർ, അതാണ് ഈ പേഴ്സൺ രണ്ട് റിലേഷൻഷിപ്പും, ഈ പേഴ്സൺ വിചാരിക്കുന്നത് രണ്ട് റിലേഷൻഷിപ്പും പോയ കുഴപ്പം എന്താണെന്നാണ്. നിങ്ങൾ അതിനനുസരിച്ച് മെച്യൂർഡ് ആവണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇൻസെക്യൂർ ആവുന്നതെന്നാണ് പേഴ്സൺ ചോദിക്കുന്നത്. ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എന്തിനാണ് ഇൻസെക്യൂരിറ്റി? അതാണ് ഈ പേഴ്സൺ. ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യാനും നോക്കുന്നില്ല, പിന്നെ നീ എന്തിനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്? മനസ്സിലായി? നീ എന്തിനാണ് ഇവിടെ അൺഹാപ്പി ആവുന്നത്? ഇതാണ് ഈ പേഴ്സൺ വിചാരിക്കും. നമ്മളുടെ റിലേഷൻഷിപ്പ് അൺഹാപ്പിനെസ്സിൻ്റെ ആവശ്യമില്ല, ഹാപ്പിനെസ് പോരെ. കാരണം ഞാൻ അവിടെ പോകുന്നെങ്കിലും ഇവിടെ വരുന്നുണ്ടല്ലോ, ഇവിടെ വരുന്നുണ്ടെങ്കിലും അവിടെ പോകുന്നുണ്ടല്ലോ. മനസ്സിലാവുണ്ടോ? അതാണ്. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ, എപ്പോഴും നിങ്ങളുമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ പേഴ്സൺ ആഗ്രഹം. എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ഇത് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്കോർപിയോ, ഏരീസ്, ലിയോ സ്ട്രോങ് ലിയോ ആണ് ഇവിടെ. തേർഡ് പാർട്ടിയാണെങ്കിലോ ഇവിടെ ലോങ് ടേം ഒന്നും ഒരു ഇതുമില്ല. എന്നുവെച്ചാൽ ഈ പേഴ്സണ് പൈസ കൊടുത്ത് സഹായിക്കേണ്ട കാര്യമില്ല തേർഡ് പാർട്ടിയെ. മനസ്സിലായി? അതും ഈ പേഴ്സൺ ഹാപ്പിയാണ്. കാരണം ശമ്പളം കിട്ടുമ്പോൾ പൈസ വീത് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നടക്കുന്നില്ല. തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. തേർഡ് പാർട്ടി പോയാൽ ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. തേർഡ് പാർട്ടി ഒരു തരത്തിലും വിടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിക്ക് സ്പൈ ചെയ്യുന്നില്ല. തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടേതായ ജീവിതമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി ഓർഡർ ചെയ്യാനോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റ് വിളിച്ചു ചോദിക്കാനും നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. അതിനുള്ള അനുവാദമില്ല തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന്. അവരുടെ ജീവിതം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. കാരണം ഇവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല വേറെ ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് പേഴ്സൺ പോണ പോലെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തള്ളിയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പൈസിസ് സോഡിയാക് സൈൻ ഉണ്ട്, അതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഇവർ തമ്മിൽ മൈൻഡ് കള്ളത്തരമൊന്നുമില്ല, നേരെ പോവാണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്ത് കാര്യവും തുറന്ന് പറയാം, കള്ളത്തരം ഒളിച്ചു വെക്കില്ല, അതൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. കാരണം അവരുടെ ലൈഫിൽ, അവർ സിംഗിളാണ്, അവരുടെ ലൈഫിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. മനസ്സിലായി? അവർ ഭയങ്കര ഫ്രീഡം ലവിങ് എനർജിയാണ്.
ഓക്കെ, നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? ഈ പേഴ്സൺ നിങ്ങൾക്ക് ഓഫറും തരാൻ, ഞാൻ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരാം, നമ്മൾക്ക് സ്വന്തമായി സന്തോഷമായി താമസിക്കാം, ഇതൊന്നും ഓഫർ ചെയ്യില്ല ഈ പേഴ്സൺ. ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനും പോകുന്നില്ല. എന്നുവെച്ചാൽ ഈ പേഴ്സണൊരു ചിന്തയുണ്ട്, ഈ റിലേഷൻഷിപ്പ് പോകില്ല. പോകണമെങ്കിൽ നിങ്ങൾ നേരത്തെ പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണ ഓഫറൊക്കെ തന്നാൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യുമെന്നാണ് പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ പുതിയ ആയിട്ടുള്ള തേർഡ് പാർട്ടി ഒന്നും, ഈ ഉള്ള തേർഡ് പാർട്ടി മതി, വേറെ തേർഡ് പാർട്ടി ഒന്നും എനിക്ക് വേണ്ട എന്നൊരു ചിന്തയാണ് ഈ പേഴ്സൺ. കൺഫേം നിങ്ങളെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല, പക്ഷേ തേർഡ് പാർട്ടിയെ വിട്ടിട്ടുള്ള കളിയില്ല താനും. മനസ്സിലായി? ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ഇത് ലീഗൽ മാരേജ് ആണ്. അപ്പോൾ ഹസ്ബൻഡ് വൈഫായിട്ട് ഞാൻ കണ്ടില്ല, കിങ് ഓഫ് കപ്സ് ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാലും ഇതൊരു കമ്മിറ്റഡ് സിറ്റുവേഷൻ ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്, ഓൾമോസ്റ്റ് മാരേജ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ഈ പേഴ്സൺ, കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഈ പേഴ്സൺ. തേർഡ് പാർട്ടിയുടെ കാര്യം നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങളെ ഉപേക്ഷിക്കാനൊന്നുമല്ല, വേറെ തേർഡ് പാർട്ടി ഒന്നും ഉണ്ടാവില്ല, നിങ്ങളും ഈ തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് പേഴ്സൺ പറയുന്നത്. നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്. തേർഡ് പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സൺ ഓടിച്ചെല്ലും. കാരണം തേർഡ് പാർട്ടി എപ്പോൾ വേണമെങ്കിലും ഇട്ടിട്ട് പോവാം. ഒരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഭയങ്കര അംബീഷ്യസ് ആണ് തേർഡ് പാർട്ടി. ഇപ്പോൾ തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ്, സിംഗിൾ മദറാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ട്രാപ്പ് ചെയ്ത് വെക്കാനത് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട് തേർഡ് പാർട്ടിയെ ട്രാപ്പ് ചെയ്യാൻ. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആക്കി കഴിഞ്ഞാൽ പോവില്ല തേർഡ് പാർട്ടി എന്നൊക്കെ ഒരു മണ്ടത്തരം ചിന്തയൊക്കെ ഈ പേഴ്സൺ ഉദ്ദേശം മനസ്സിലുണ്ട്. പക്ഷേ അത് കല്യാണത്തിലേക്ക് എത്തേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം, ആ ഒരു ക്ലാരിറ്റി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ, അതുകൊണ്ട് മാത്രം ആ ഐഡിയ പ്രാവർത്തികമാക്കുന്നില്ല. ചില സമയത്ത് പറയില്ലേ, ഇപ്പം എന്താ പറയുക, ആണുങ്ങൾ ഒരു പെൺകുട്ടിയെ വേണം, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല, അവൾ കല്യാണാലോചന വരുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ വേറെ ആരും കല്യാണം കഴിക്കില്ലല്ലോ അവളെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതൊരു വലിയ സിറ്റുവേഷനാണ്, അതൊരു വിവാഹത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ വിവാഹം കഴിക്കാൻ പേഴ്സണ് പറ്റില്ല, കാരണം നിങ്ങളായിട്ട് ഓരോ റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് മാത്രം ആ പേഴ്സൺ ആ ഐഡിയ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കേട്ടോ. ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ലോങ് ജേർണി, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു യാത്ര കിടക്കുന്നുണ്ട്. ഈ ജീവിതം തന്നെയായിരിക്കും ഇതിപ്പോഴും ഇവിടെ ഒന്നും തീരില്ല നിങ്ങളുടെ ഈ സിറ്റുവേഷൻ, കേട്ടോ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തേർഡ് പാർട്ടി ഇപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കുറേ നാൾ എന്നാണ് പറഞ്ഞത്. ലോങ് ജേർണി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതിനകത്ത് പെട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കർമ്മഫലമായിരിക്കും, അത് കാണിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഈ ഒരു ലോങ് ജേർണിയാണ്, വളരെ നീണ്ട ഒരു ജീവിതയാത്രയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോട്, കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ ഇല്ല തൽക്കാലത്തേക്കെങ്കിലും. അപ്പോൾ ഇവിടെ സ്ട്രോങ് സോഡിയാക് സൈൻ ലീബ്ര ഉണ്ട്, പിന്നെ പൈസീസ്, പിന്നെ ഞാനിവിടെ ബാക്കിയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അക്വേറിയസ്, ലിബ്ര, ജെമിനൈസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, എല്ലാ ഇതുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സോഡിയാക് സൈൻ്റെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഭഗവാൻ അനുഗ്രഹിച്ച് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.